നമ്മൾ സംസാരിക്കുന്നത് അപ്പോസ്റ്റലന്മാരുടെ പ്രവൃത്തി, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് പാർട്ട് 9 ചെയ്തല്ലോ. അപ്പോസ്റ്റലന്മാരുടെ പ്രവൃത്തി പാർട്ട് 9 ആണ് സംസാരിക്കുന്നത്. പാർട്ട് 9 സംസാരിക്കുന്നത് എവിടെ തുടങ്ങിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 8-ാം അധ്യായമാണ് സംസാരിക്കുന്നത്. ഇത് തന്നെ ഈ ആഴ്ച ഇംഗ്ലീഷിലും കാണും. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കുന്നത്. അറിയാവുന്ന ഇംഗ്ലീഷ് എല്ലാം വെച്ച് അപ്പൊ രണ്ടുപേരെങ്കിലും കടത്താൻ അറിയട്ടെന്ന് വിചാരിച്ചു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു അനുഗ്രഹമായിരിക്കും. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. വേലയിൽ കർത്താവ് നമ്മളെ വർദ്ധിക്കാനുള്ള കൃപ കർത്താവ് തരും. കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രൈസല്ലോ. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിന് സൗകര്യം പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഇന്ന് ഈ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി പാർട്ട് 9 അതിൽ 8-ാം അധ്യായം ഇന്ന് ഫിലിപ്പോസ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതിനെ പറ്റി. കർത്താവെ, ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണ്ടായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനേകം ആൾക്കാരിലേക്ക്, അനേകം ശുശ്രൂഷകരെ കർത്താവിന്റെ വചനം പറയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്താൽ കർത്താവെ അനേകം വീര്യപ്രവർത്തികൾ നടക്കുവാനുള്ള കൃപയും കൊടുക്കുന്നതിന് അവർക്ക് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വേൾഡ് റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. UK റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂറോപ്പ് റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്ക റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. നോർത്ത് സൗത്ത് അമേരിക്ക റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായിട്ട് കേരളത്തിന്റെ റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകത്താലും അനേക ആൾക്കാരെ നിറയ്ക്കുന്നതിനോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. നെറ്റ്വർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ മൊത്തം കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. അതിനെതിരായിട്ട് അന്ധകാര ശക്തി ഉയർത്തിക്കുന്ന എന്തെങ്കിലും കൈകളുണ്ട് യേശുവിന്റെ തിരക്ത വെച്ച് അധികം ചേഞ്ച് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ചേഞ്ച് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് ചെയ്ത് കെട്ടിയാൽ ഇൻ ജീസസ് നെയിം ഐ ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നിങ്ങൾ തന്നു പറയും. നാളെ നിങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് ഔട്ട് ഓഫ് സിറ്റിയിലെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകാനുള്ള കൃപ പാസ്റ്റർ രാജമാണി ഗോഡ് ബ്ലസ് യു, ടോമിൻ മാത്യു ഗോഡ് ബ്ലസ് യു. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ശുശ്രൂഷകളുണ്ട്. സ്ട്രീറ്റിലുണ്ടായിരിക്കും. സ്ട്രീറ്റിലെ ആഴ്ചയിൽ 3 ദിവസം പ്രീസല്ലോ. സൺഡേ ഫെലോഷിപ്പ്, ചർച്ച് ഫെലോഷിപ്പ് ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഓൺലൈൻ ശുശ്രൂഷകളുണ്ട്. ഫ്രൈഡേ ഹീലിംഗ് ആൻഡ് ഡെലിവറി സർവീസ് ഉണ്ട് ഓൺലൈൻ സൂമിൽ. ശ്രദ്ധിക്കുന്ന ആൾക്കാരെല്ലാം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും ജോയിൻ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്നതിനെ ഓർത്തങ്ങ് നന്ദി പറയും. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി ഇന്ന് പാർട്ട് 9 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 അതിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് 7-ാം അധ്യായം വായിക്കുമ്പോൾ സ്റ്റെഫാനോസ് കൊല്ലപ്പെട്ടു, സ്റ്റീഫൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ തിരിച്ചടിക്കുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്ലാം മതം സ്വീകരിച്ച ഒരാള് ആ സമൂഹം മൊത്തം അവരെ കല്ലെറിയുന്നു. അപ്പൊ ലാസ്റ്റ് ഇസ്ലാം മതമല്ല, ക്രിസ്തുമതം സ്വീകരിച്ച ഒരാളെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ മതത്തെ ഞാൻ ആദ്യം പറഞ്ഞ മാറ്റി പറഞ്ഞ ഇസ്ലാം മതമല്ല, ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ക്രിസ്തുമതത്തിൽ തിരിഞ്ഞിരിഞ്ഞു പോകാൻ ഞാൻ വീഡിയോ കണ്ടത്. ക്രിസ്തുമതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനായിട്ട് പരമാവധി ഒരു പ്രസംഗിക്കുന്നു. അങ്ങനെ കല്ലെറിഞ്ഞ് വലിയ അർത്ഥം. അപ്പം അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് ഡ്രസ്സ് ഉടുപ്പ് മാറി, ബാക്കി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതിൽ കല്ലെറിയുന്നു. അദ്ദേഹം വേദന കിടന്ന് നമുക്കറിയാം. കല്യാണ ദേഹത്തിൽ അല്പം കല്ല് കൊണ്ടാൽ നമുക്കറിയാം. അതേപോലെ അപ്പം ഞാൻ ആ സമയത്ത് ഓർത്തു, കർത്താവേ, ഈ വചനം ഞാൻ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സ്റ്റെഫാനോസിന്റെ മരണത്തെ പറ്റി പറഞ്ഞല്ലോ. സ്റ്റെഫാനോസ് കല്ലെറിഞ്ഞാണല്ലോ കൊല്ലപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ രീതിയിൽ തന്നെ അവരും കൊല്ലപ്പെടുകയുണ്ടായി. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. സത്യം എന്താണെന്ന് വെച്ചാൽ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക ജീവിതം മാത്രം ഉള്ളെന്നുള്ള ചിന്തയാണ് പിശാചിൻ്റെത്. അന്നിങ്ങനെയാണ് ആൾക്കാരിലേക്ക് പറഞ്ഞ് വെച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. പക്ഷേ
ഇതിനെ കോടാനുകോടി വർഷങ്ങൾ ദൈവദൂതന്മാരോടൊപ്പം യേശുക്രിസ്തുവിനോടൊപ്പം ഒരു നിത്യത നമുക്കുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഈ പിശാച് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ വേദനകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആൾക്കാരെ തള്ളിപ്പറയാനായിട്ട് അവരെ പ്രലോഭിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നിത്യത കിട്ടരുത്. പ്രൈസ് ലോർഡ്. അപ്പൊ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി കർത്താവിന്റെ വചനം അപ്പസ്തലപ്രവൃത്തി ഇന്ന് കർത്താവിന്റെ വചനം അപ്പസ്തലപ്രവൃത്തിയെ സംസാരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെന്തിരിഞ്ഞോടരുത്, വെച്ച കാലം മുന്നോട്ട് പുറത്ത് വെക്കരുത്. പ്രൈസ് ലോർഡ്. ശക്തമായിട്ട് മുന്നോട്ട് പോകണം. എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ കർത്താവിനെ അറിഞ്ഞു വന്നു. ഒരു വ്യക്തി എന്നെ വിളിക്കാറില്ല, ഫോൺ വിളിക്കാറില്ല, സംസാരിക്കാറില്ല. ഇതിൽ ഞാനും സംസാരിക്കാൻ പോകാറില്ല, തലവേദന പറഞ്ഞിട്ട്. പ്രൈസ് ലോർഡ്. പക്ഷെ വീട്ടിലെല്ലാവരോടും കർത്താവിന്റെ സത്യസുവിശേഷം വീട്ടിലെല്ലാവരും ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിടെ മാത്രം രക്ഷയുള്ളെന്ന് ഞാൻ പറഞ്ഞു. മാതാവിന്റെ ബിംബം അത് മാതാവല്ലെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കല്ലിനോടും കല്ലിനോടും തടിയോടൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. അറിയത്തില്ലോ, കുംസാരം എന്ന് പറഞ്ഞ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. നമ്മളെക്കല്ല പാവത്തിൽ കിടക്കുന്ന യച്ഛന്മാരെ പുരോഹിതന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പാവം ചെന്ന് പറഞ്ഞ് അവരോട് പോയി പറയേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. പുരോഹിതന്മാര് അത് സഭയുടെ പുരോഹിതന്മാരല്ല എന്ന് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാല് പഴയ നിയമത്തിൽ, അതെന്റെ സബ്ജക്റ്റ് അല്ലെങ്കിലും ഒറ്റ മിനിറ്റ് പറയാണ്ട് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ലേവ്യ ഗോത്രമാണ് പുരോഹിതന്മാർ. ഇന്ന് കത്തോലിക്ക സഭയിലേക്ക് ഏത് ലേവ്യ ഗോത്രമുള്ളത്? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അത് തന്നെ അടിസ്ഥാന തെറ്റാണ്. ഈ കുർബാന നാടകം മരിച്ചു കഴിഞ്ഞാൽ ഒഫീസിലേക്ക് കയറ്റല്. എൻ്റെ മാതൃക്ക് മരിച്ചുപോയി. ഞാൻ ചോദിച്ചു, എൻ്റെ മാതൃക്ക് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ എത്ര 10 വർഷമായിട്ട് ഈ ഒഫീസിലും പ്രാർത്ഥന പൈസ കൊടുത്ത് പ്രാർത്ഥന എടുക്കുന്നത്, ഇത്ര നാട്ടിൽ സ്വർഗത്തിൽ കയറ്റിയില്ലാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതിനൊന്നും മറുപടി ഇല്ല. കാരണം വെച്ചാൽ ഇനിയും പൈസ കൊടുത്ത് പ്രാർത്ഥിക്കണം സ്വർഗത്തിൽ കയറ്റാനായിട്ട്. അപ്പൊ ഈ റെക്കമെൻഡേഷൻ പരിപാടി ഇല്ല. പ്രൈസ് ലോർഡ്. ബൈബിളിൻ്റെ അകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മർക്കോസ് സുവിശേഷം 16 അധ്യായത്തില് 16 വാക്യം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവര് രക്ഷിക്കപ്പെടും. പ്രൈസ് ലോർഡ്. വിശ്വസിക്കാത്തവരോ ശിക്ഷയാൽ വിധി അകപ്പെടും. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട മുഴു സ്നാനം എടുക്കുന്നവർക്ക് ഒരു പൈസയും റെക്കമെൻഡേഷൻ കൊടുക്കാതെ സ്വർഗത്തിൽ പോവാം. പൈസ റെക്കമെൻഡേഷൻ കൊടുത്താൽ സ്വർഗരാജ്യം കിട്ടത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ പതിപ്പ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഓൺലൈനിൽ വാച്ച് നല്ല ഒരു യൂണിറ്റ് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ടാണ്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ഇന്ന് അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായത്തിൽ പറയുന്നത് വെച്ചാൽ പാർട്ട് 9 അല്ല 8 അധ്യായത്തിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് 7 അധ്യായത്തിൽ സ്റ്റെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. അപ്പം യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ശോഭയോടുകൂടി നിൽക്കുന്നത് സ്റ്റെഫാനോസ് കാണുകയാണ്. ബൈബിളിനകത്ത് ഒരു വ്യക്തി അങ്ങനെ കണ്ടിട്ടുള്ളൂ പുതിയ നിയമത്തില്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് അത്രമാത്രം മഹത്വം. ആ സ്റ്റെഫാനോസിനെ അത്രമാത്രം കർത്താവ് സ്നേഹിച്ചു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് അത്രമാത്രം കൃപ സ്റ്റീഫന് കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റെഫാനോസ് മരിക്കേണ്ട സമയത്ത് എല്ലാവരും കൈവിട്ടുവെന്ന് പിശാച് ചിന്തിപ്പിച്ചപ്പോൾ കർത്താവ് പറയാണ്, സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം ഞാൻ നിന്റെ കൂടെയിലുണ്ട്. അതിന്റെ അപ്പുറം വേറെ എന്താ നമുക്ക് വേണ്ടത്? കർത്താവ് പറയും, ലോകം സൃഷ്ടിച്ച കർത്താവ് പറയാണ്, രാജാതിരാജനായ കർത്താവ് പറയുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവായി യഹോവ പറയുകയാണ്. പ്രൈസ് ലോർഡ്. അത് ഈ സ്റ്റെഫാനോസിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായി സ്റ്റെഫാനോസ് കണ്ടിട്ട് പറയുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്വർഗം തുറന്നിരിക്കുന്നതാണ്. സ്റ്റെഫാനോസിന് മുമ്പിൽ, സ്റ്റീഫന്റെ മുമ്പിൽ സ്വർഗം തുറന്നിരിക്കുന്ന സ്റ്റീഫൻ കാണുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത്രമാത്രം ഒരു മഹത്വം സ്റ്റീഫനെ കാണാനായിട്ട് പറ്റി. അങ്ങനെ എന്നുവെച്ചാൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ സ്വർഗം മൊത്തം സ്റ്റീഫന് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിത്യ കിരീടം ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ്, ക്രിസ്തു വിശ്വാസികളൊന്നും ഒരിക്കലും പുറകോട്ട് പതർത്തില്ല. പറയുമ്പോൾ ഈ കാറ്റും കോളികളൊക്കെ കണ്ടു കഴിഞ്ഞും പതർത്തില്ല. ഒരു ശക്തമായിട്ട് തന്നെ നിൽക്കും. കാരണം അവര് പിടിച്ചിരിക്കുന്നതാണ് സത്യം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 18 അധ്യായം 1 വാക്യം പറയുന്നു, the people those are watching online the same session today, this is a part 9 in YouTube. We can see part 1, 2, 3, 4, 5, 6, 7, 8. Praise Lord. It's available in English and Malayalam. You can go kindly watch and share. Okay. The same part 9 will be preaching on Friday or Saturday. We'll be preaching in English. Praise the Lord. Hallelujah. Today I'm preaching Book of Acts, chapter 8. Ended chapter planning to preach today. Praise Lord. If I could not able to finish within 1 hour, we'll be continuing the next section. God bless everybody. Okay. People, those are watching online, you can refer Book of Acts, chapter 8. Praise Lord.
അപ്പൊ ഇതിൽ പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി അത് 8-1 വാക്യം പറയുന്നത് വെച്ചാൽ അവനെ കൊല ചെയ്തതിന് ശൗലിനും സമ്മതമായിരുന്നു. അതാണ് ശൗൽ എന്ന് വെച്ചാൽ പൗലോസ്. അവനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്തെഫാനോസിനെ കൊല ചെയ്തത് അപ്പോസ്തല പ്രവൃത്തി 7 അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അതാണ് ചിതറിക്കപ്പെട്ടു. പിശാചിന്റെ തന്ത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ആൻസി ജോസ് തോമസ് മാനി ഗോഡ് ബ്ലെസ് യു. പിശാചിന്റെ തന്ത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഒന്നുമില്ലാന്ന് ആക്കിക്കളയും. നമ്മൾ എന്താണെന്നോ കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, പിശാച് നേരെ തിരിച്ചിട്ട് നമ്മൾ ഒന്നുമില്ലാന്ന് പറഞ്ഞത്. അതാണ് ഏറ്റവും പിശാചിന്റെ തന്ത്രം. അതാണ് തന്ത്രം. നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന രാജകീയ പുരോഹിത വംശമായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തു. പിശാചിന്റെ തന്ത്രം നമ്മൾ ഒന്നുമില്ലാതാക്കി മറ്റുള്ളവരെ അവഗണിച്ചു. പ്രൈസല്ലോ. അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കും, ഒന്ന് ശരിയാണല്ലോ, നമ്മളൊന്നും അല്ലല്ലോ എന്ന് ചിന്തിക്കും. പ്രൈസല്ലോ. അതാണ് പിശാചിന് വേണ്ടത്. അങ്ങനെ നമ്മളൊന്നും അല്ലാതെ എന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവവേല ചെയ്യാനായിട്ട് പറ്റത്തില്ല പറയുമുള്ളവരെ. നമ്മൾ നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ കർത്താവിന് വേല ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനൊക്കെ സ്റ്റേറ്റ് കർത്താവിന് വചനം പ്രസംഗിക്കുമ്പോൾ എന്റെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞവരെല്ലാം വരത്തില്ല എന്ന് പറയും. ഒറ്റയാൾ വരാമെന്ന് പറയാനായിട്ട് വരെ ചുരുക്കം ആൾക്കാരെ വരുള്ളൂ. അത് വളരെ നാളിന് ശേഷം വന്നിട്ടുള്ളൂ. പ്രൈസലോട്ട്. ഹല്ലേലൂയ. എൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പറ്റിക്കുമായിരുന്നു. അവരിന്ന് ഞാൻ നോക്കാനായിട്ട് പോയില്ല. ഞാൻ പ്രസംഗിച്ച് എന്നെ രക്ഷിച്ച കർത്താവിനെ കർത്താവ് മറ്റുള്ളവരുടെ മുമ്പ് ഞാൻ പ്രസംഗിക്കുന്നു. ഒരു വ്യക്തി നോക്കാൻ പോകണം. അവർ വരുവാണെങ്കിൽ വരട്ടെ, വന്നില്ലേ വരണ്ട, അത്രേ ഉള്ളൂ. പ്രൈസലോട്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവേലയ്ക്കിടെ ഒരു വ്യക്തി നമ്മളെ നമ്മുടെ ഒപ്പം കാണത്തില്ല, ഒരാൾ നമ്മുടെ ഒപ്പം കാണത്തില്ല, നമ്മൾ തന്നെ കൂടും. ഞാനൊക്കെ മഴ നനഞ്ഞ് കുട ചൂടി കർത്താവിന് വചനം പ്രസംഗിക്കും. അപ്പോൾ കുട ചൂടി മഴയുടെ സമയത്ത് ഒരു പാസ്റ്റർ ഉണ്ട് ചോദിച്ചു, അപ്പം പാസ്റ്റർ ജോളിദാസൻ അവിടെ പ്രസംഗിക്കാനായിട്ട് ഇന്ന് മഴയല്ല, ഇന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവിന് കുട തന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കുട ചൂടി കർത്താവിന്റെ വചനം പ്രസംഗിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുക. അന്നൊക്കെ കർത്താവ് വലിയ ഉണർവുകൾ ആ സിറ്റിയിലായിരുന്നു. ഇപ്പോഴൊക്കെ ആ സിറ്റി ചെല്ലുമ്പോൾ അനേകം ആൾക്കാർ, അന്നൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവിടെ ഇല്ല. ഇന്നൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ എവിടെയൊക്കെ കാല് വെച്ച് കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ വലിയ കൊയ്ത്ത് നടക്കുകയാണ്. ഇഷ്ടംമാതിരി ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയാണ്. പ്രൈസലോ. ഞാൻ പേഴ്സണൽ സിറ്റി സെന്ററിൽ വരികയും ഒരു വ്യക്തിയും കർത്താവിനെ പ്രസംഗിക്കാനില്ല. ഞാൻ പ്രസംഗിക്കുന്നത് അത് തുടങ്ങിയ ആ ദിവസങ്ങളിൽ. പ്രൈസലോ. ഇപ്പൊ എനിക്ക് കാല് നിർത്താൻ സമയമില്ലാതെ അനേകം ആൾക്കാർ കർത്താവിനെ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. കർത്താവിനൊക്കെ നന്ദി പറയാം. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പോൾ അവനെ കൊല ചെയ്യുന്ന ശൗലിന് സമ്മതമായിരുന്നു. കൊല ചെയ്ത സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ സമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ആദ്യ വിശ്വാസികൾ വന്ന എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായിട്ട്, പ്രൈസ് ലോർഡ്, എന്ന് കഴിഞ്ഞാൽ അവർ ചിതറിക്കപ്പെട്ടു. ഓരോ സ്ഥലങ്ങളിൽ ചിതറിക്കപ്പെട്ടു. കാരണം വചനം എവിടേക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന പ്രോസിക്യൂഷൻ നടക്കുകയാണ്. പ്രൈസ് ലോർഡ്. അവരെ കല്ലെറിയുന്നതുകൊണ്ട് അവരെ മിനിഞ്ഞാൽ തടങ്കലിലാക്കും. അപ്പോസ്തലന്മാർ എത്ര പ്രാവശ്യം അടിച്ചു. അപ്പോസ്തലന്മാർ 4-5 വായിക്കോടെ നമുക്കറിയാം. അപ്പോസ്തലന്മാരെയൊക്കെ അടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ പറയലും കൊണ്ട് ഭീഷണിപ്പെടുത്തി. അവർ പറഞ്ഞെന്ന് വെച്ചാൽ യേശുവിനെ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ പറയുന്നത് കേൾക്കണമോ എന്ന് അവരോട് ചോദിച്ചു. ശക്തമായിട്ട് തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് ദൈവത്തിന് വിശുദ്ധാത്മാവിനോട് വീണ്ടും അവർ പ്രാർത്ഥിക്കുകയും, അപ്പോസ്തലപ്രവൃത്തി 4 വീണ്ടും ഒരു ഭൂമി കുലുങ്ങുന്നോലെ അവർ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങിയെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. പ്രൈസ് ലോർഡ്. വീണ്ടും ഒരു അഭിഷേകം അവർക്ക് കിട്ടി. രണ്ടാമത് വീണ്ടും അഭിഷേകം കിട്ടി. ആദ്യ അഭിഷേകം അപ്പോസ്തലപ്രവൃത്തി 2 രണ്ടാമത്തെ അഭിഷേകം 4 വീണ്ടും അഭിഷേകം കിട്ടി. അഭിഷേകത്തിൽ നിറഞ്ഞ് വീണ്ടും കർത്താവിനെ പ്രവർത്തിക്കും. അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ കർത്താവിന്റെ അഭിഷേകമുണ്ടോ അവിടെ അന്ധകാര ശക്തിയുടെ നോക്കം തകരും. പ്രൈസ് ലോർഡ്. നമ്മൾ ഒറ്റയാൾ മതി നമ്മുടെ സിറ്റിയിൽ. പ്രൈസ് ലോർഡ്. നമ്മൾ ഒരു അനേകം ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ല. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. നമ്മൾ ഒറ്റയാൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ നിൽക്കുകയാണെങ്കിൽ, പ്രൈസ് ലോർഡ്, ഈ അന്ധകാര ശക്തികളെല്ലാം അവിടുന്ന് മാറും. കർത്താവ് അവിടെ കൊയ്ത്ത് വരും. ചിലപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തില്ല. വരും ദിവസങ്ങളിൽ കർത്താവ് ഉണർവ് തരുമെന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് ഞാൻ ഈ വായിക്കാനായിട്ട് പോകുന്നത്. ഇത് പറഞ്ഞാൽ അവനെ കൊല ചെയ്ത ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. 8-2 വാക്യം പറയുന്നത്, ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു ലാഭം കഴിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ജഡത്തിലിരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു തുണയായിരുന്നു. സ്തെഫാനോസ്, ഫിലിപ്പോസ് തുടങ്ങിയ ഒരു 6 വായിക്കണം. നമുക്കറിയാം, അവര് വിശ്വാസവും പരിശുദ്ധാത്മ ശക്തിയും നിറഞ്ഞ, പ്രൈസ് ലോർഡ്, ജ്ഞാനവും വിഷ്ണുവും പരിശുദ്ധാത്മ ശക്തിയും പൂർണ്ണ വിശ്വാസമുള്ള 7 പേരെ തിരഞ്ഞെടുത്തത്. അതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു സ്തെഫാനോസ്. പ്രൈസ് ലോർഡ്. ഒന്നാമൻ
ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, നിത്യത പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ തുടർമാനമായിട്ട് ഫിലിപ്പോസ് നിൽക്കുകയാണ്. പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോസിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3000 പേര് അപ്പോൾ പൗലോസ് പത്രോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അത് 4-ാം അധ്യായത്തിൽ 2000 കൂടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം ഇട്ടിച്ച് താക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം നമുക്കറിയാം. റബ്ബർ ബാൻഡ് നമുക്കറിയാം, നമ്മൾ അത് ഇങ്ങനെ പിടിക്കുമ്പം വീണ്ടും വലിച്ചു നീട്ടുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും അത് നമുക്കറിയാം ശക്തിയിൽ നമുക്കറിയാം എത്രമാത്രം നമ്മളിപ്പം വലിക്കുന്നുണ്ടോ അത്രമാത്രം അത് വികസിച്ചു വരും റബ്ബർ ബാൻഡൊക്കെ. പ്രൈസിലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ റബ്ബർ ബാൻഡൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ വചനം എത്രമാത്രം പ്രോസിക്യൂഷൻ നടത്താൻ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം അത് വർദ്ധിച്ചത്. ആ പ്രദേശം മൊത്തം വീണ്ടും ചർച്ച് ഗോട്ട് മൾട്ടിപ്ലൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആൾക്കാർ രക്ഷയിലേക്ക് വന്നു, അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു എന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. ഇത് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 3-ാം വാക്യം പറയും, എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചയച്ചു തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. നമുക്കറിയാം പ്രോസിക്യൂഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്, അത് ക്രിസ്തീയ സഭകളെല്ലാം ഉണ്ട്. പാസ്റ്റർമാരാണെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ പേര് പറഞ്ഞ് ദുരുപയോഗം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പ്രിയമുള്ളവർ. ഇപ്പം ഞാൻ പറഞ്ഞാൽ കള്ളപ്രവാചകന്മാരുണ്ട്, ഒത്തിരി ആൾക്കാർ സഭ അന്നും ഇന്നും പഴയ ഘട്ടങ്ങളിലും പഴയ കാലത്ത് യഹൂദന്മാരാണെങ്കിൽ അവർ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സത്യദൈവത്തെ തള്ളി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ദൈവത്തിന്റെ കർത്താവിന്റെ വേലയെ പ്രസംഗിക്കുന്നവരെ തടയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവ് ഏൽപ്പിച്ച ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരാളെയും നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കഴിഞ്ഞാൽ ഈ കടലിലൊക്കെ നമ്മൾ ഈ തിരമാലയൊക്കെ വരികയല്ലേ, തിരമാല നിന്നിട്ട് നമുക്ക് കടലിൽ ഇറങ്ങാൻ വിചാരിച്ച് നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കർത്താവ് പ്രശ്നങ്ങൾ തീർന്നിട്ടും ഈ പ്രോസിക്യൂഷൻ തീർന്നിട്ടും കർത്താവിന്റെ വചനം പ്രസംഗിക്കാന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ്, നടക്കത്തില്ല പ്രിയമുള്ളവരെ. അപ്പൊ അനേകം ആൾക്കാർ ഇന്ത്യയിലൊക്കെ ഒത്തിരി പ്രോസിക്യൂഷൻ നടക്കും. 1 മിനിറ്റ് പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോട് ചോദിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രോസിക്യൂഷൻ നടക്കുന്ന ഓരോ രാജ്യത്തിനു വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് ചെല്ലണം കർത്താവ്. യേശുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ കർത്താവിന്റെ ഫേവർ അങ്ങോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. എത്രമാത്രം സഭ വളരെ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം ചവിട്ടി താത്താൻ പിശാച് ശ്രമിക്കുന്നുണ്ടെന്ന് അർത്ഥം. പേത്രോ ചിതറിപ്പോയൊരു വചനം സുശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചി, അതാണ് വിഗ്രസം. പേത്രോ പിശാച് ചിന്തിച്ചാൽ ഈ സഭേനെ ചിതറിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോയി കുത്തിയിരിക്കുന്ന വിചാരിച്ചത്. പക്ഷേ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന ദാസ്യത്തിന്റെ ആത്മാവിനല്ല. പിന്നെയും ഭയപ്പെടേണ്ടത് നമുക്ക് ദാസ്യത്തിന്റെ ആത്മാവിനല്ല കിട്ടിയിരിക്കുന്നത്, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ്. അങ്ങ് തിരിച്ച് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞാൻ വചനം നോക്കിയിട്ടില്ല. നമുക്ക് ദാസ്യത്വത്തിന്റെ ആത്മാവിനല്ല കിട്ടിയിരിക്കുന്നത്, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം നമുക്ക് ആ പുത്രത്തിന്റെ ആത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുത്രത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, നമുക്ക് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എവിടെയുണ്ടോ, എവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടോ, എവിടെയൊക്കെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടോ, ആർക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ, ആർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ടോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയെല്ലാം എത്രമാത്രം തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അവർ വീണ്ടും ഈ ദൈവത്തെ ശക്തിയോടെ പ്രവർത്തിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പ്രോസിക്യൂഷനിൽ നിന്നും ഈ പ്രവർത്തികളിൽ നിന്നും നമ്മളെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവർ ഗോഡ് ഇസ് എ മിറക്കിൾ ഗോഡ്. ദാറ്റ് ഇസ് വാട്ട് ബൈബിൾ സേയിങ്. ബുക്ക് ഓഫ് ഐസയ ബൈബിൾ സേയിങ് അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓൾമൈറ്റി. ഹി ഈസ് എ പ്രിൻസ് ഓഫ് പീസ് ആൻഡ് പ്രിൻസ് ഓഫ് പീസ് ആൻഡ് എവർലാസ്റ്റിംഗ് ഫാദർ ആൻഡ് മൈറ്റി ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സർവശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരാൾക്കാരും നമ്മൾ ഈ ഇന്നത്തെ പ്രോസിക്യൂഷൻ ഓർത്ത് നമ്മൾ ലജ്ജിക്കരുത്. കാരണം ഈ സിറ്റുവേഷൻ എല്ലാം കർത്താവ് മാറ്റും പറയുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മാറ്റി നമുക്ക് ഒരു ഉണർവ് കർത്താവ് തരും. ദൈവവേലയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ശക്തിയോട് കൂടി കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഉത്സാഹിപ്പിക്കുന്നതാണ് എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. സ്റ്റെഫാനോസ് കൊല്ലപ്പെട്ടു, സ്റ്റീഫൻ കൊല്ലപ്പെട്ടു, ഫിലിപ്പോസ് എല്ലാം ചിതറിപ്പോയി പല പല സ്ഥലങ്ങളിൽ ഇങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ചുറ്റുപാടും തെറ്റുകളെല്ലാം പോവുകയാണ്.
പോട്ടെ, അവിടെ എല്ലാം പോയാലും ചുമ്മാ ഇരുന്നില്ല. അവർ കർത്താവിന്റെ വഴി യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, നമുക്ക് പാപമോചനം തരും, നിത്യജീവൻ തരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ മാത്രമല്ല, പ്രൈസ് ലോർഡ്, നമുക്ക് നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം തുടങ്ങിയ കാര്യങ്ങൾ മൊത്തം ഫിലിപ്പോസും അതേപോലെ തന്നെ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. ഫിലിപ്പോസും അതിൽ ചിതറിക്കപ്പെട്ട എല്ലാവരും, കർത്താവിനെ അറിഞ്ഞ എല്ലാവരും ഈ സത്യദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി. ഇന്ത്യ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 5-ാം വാക്യം ഇത് പറയണം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു, അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ബൈബിൾ പറയുവാണ്, ബൈബിൾ പറയുന്നത് എന്താ വെച്ചാല്, ആൻഡ് ഫിലിപ്പ് went down to the city of Samaria, praise the Lord, and preached Christ to them. Christ, അതാണ് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു, നമ്മുടെ രക്ഷകനെ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പറഞ്ഞ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. തുടർമാനായിട്ട് പറയുന്നത്, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് നമ്മളല്ല പ്രസംഗിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ സ്ട്രീറ്റിൽ കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ അനേക ആൾക്കാർ, ഞാൻ പോയി നിൽക്കേണ്ട സ്ഥലം ഏരിയും, പ്രൈസ് ദി ലോർഡ്, മിനി, റെജി, തോമസ്, മാത്യു, ക്ലിയർ, ബെക്സി, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ മെസ്സേജ്. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ സ്ട്രീറ്റിൽ പോയി കർത്താവിന്റെ വചനം, ചില ആദ്യ ഘട്ടങ്ങളിലൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കും എവിടെ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. അവിടേക്ക് ഓരോ സ്ഥലങ്ങൾ ഓരോരുത്തർ ഒക്കുപ്പേഡാണ്. ഇതെന്റെ സ്ഥലം, ഇത് ഏരിയ എന്ന് പറയുന്നത്. കാരണം പബ്ലിസിറ്റി എല്ലാവർക്കും നിന്ന് പ്രസംഗിക്കാം. അപ്പൊ ഞാൻ വിചാരിക്കും ദൈവം നമ്മളവിടെ നിൽക്കും, നമുക്ക് നിൽക്കാൻ നല്ലതൊന്നുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. അപ്പം ഞാൻ ക്രിസ്തീയ വേലക്കാർ തന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതിന്റെ അപ്പുറം മുസ്ലിം സമുദായപ്പെട്ട ആൾക്കാർ, അവരതിനേക്കാളും പ്രശ്നം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എവിടെയും നിൽക്കാൻ പറ്റത്തില്ല അത്യാവശ്യം. ഓരോരുത്തർ പറഞ്ഞ് ഇതെന്റെ അറിയാം. ലാസ്റ്റ് ഞാനെന്ന് വെച്ചാലും ആര് വന്നാലും പിടിച്ചാലും ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവിടെ ചെയ്യുന്ന എൻ്റെ നാട്ടിൽ ഞാൻ ഇന്ന് പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിച്ച് കഴിയുമ്പം മാറാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പബ്ലിക് സ്ട്രീറ്റാന്ന്. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞപ്പോൾ പിശാച് അന്ധകാര ശക്തികളെല്ലാം വിട്ടുപോയി. അവിടെ കർത്താവിന് വചനം പ്രസംഗിക്കുക. അത് ക്രോഡൻ സിറ്റി ലണ്ടനിലേക്കാണ്. അവിടെയൊക്കെ വലിയ ഉണർവ് നടക്കും. അപ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു. ഇന്ന് ഞാനൊക്കെ എന്നാൽ പ്രസംഗിച്ച ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഞാൻ മാത്രമുള്ള, ഇപ്പം ഞാൻ വിചാരിച്ച ദൈവമേ, ഇത്രയും വലിയ നല്ല മനോഹരമായ സിറ്റി, ഒരു വ്യക്തി ഇല്ലല്ലോ ദൈവമേ അവിടെ കർത്താവിനെ വചനം പ്രസംഗിക്കാനായിട്ട്. മാഞ്ചസ്റ്ററൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഇല്ലല്ലോ. ലിവർപൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഇല്ലല്ലോ ദൈവമേ. സ്കോട്ട്ലൻഡിലും വെയിൽസിലും ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഇല്ലല്ലോ കർത്താവ്. ഞാൻ തന്നെ ഉള്ളല്ലോ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട്. ഇത്രയും വലിയ സിറ്റിയിലൊക്കെ, ഗ്ലാസ്ഗോയൊക്കെ ബ്യൂട്ടിഫുൾ സിറ്റി, രാവിലെ തൊട്ട് വൈകുന്നേരം നടന്നിട്ട് വരെയും ഒരു സിറ്റിയുടെ അറ്റം എത്താനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വന്ന് പ്രസംഗിച്ചിട്ട് അത്രമാത്രം വലിയ സിറ്റിയാണ് ഗ്ലാസ്ഗോ. ഇതിലോ അപ്പം ഞാൻ ദൈവമേ, അപ്പം ഇത് ഇവിടെയൊന്നും ആൾക്കാരധികമില്ല, ഒരു വ്യക്തിയും പ്രസംഗിക്കാനില്ലല്ലോ ദൈവം ഞാൻ പറഞ്ഞു. അപ്പം ഭാഗ്യത്തിന് അവിടെയുള്ള കുറച്ച് ഇംഗ്ലീഷുകാർ പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കുറച്ച് പേര്, ഒരാൾക്കെങ്കിലും എന്നെ അറിയാമല്ലോ. അന്നൊരു സന്തോഷമായി ഗ്ലാസ്ഗോയിൽ. ഇന്ന് പിന്നീട് ഇപ്പം ഞാൻ ഗ്ലാസ്ഗോയിലേക്ക് നോക്കുവാണെങ്കിൽ, അന്ന് ആ പ്രസംഗിച്ചു വന്ന് 2021 ഗ്ലാസ്ഗോയിലെ പ്രസംഗിച്ചു. ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അനേകം ആൾക്കാർ ഗ്ലാസ്ഗോ റിവൈലിന് വേണ്ടി കർത്താവിനെ പ്രസംഗിക്കുന്നു. അന്ന് ആ വചനത്തിന്റെ വിത്ത് അവിടെ വിതച്ചത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, തുടർമാനമായിട്ട് പൊട്ടിമുളച്ചു. അനേകം സുവിശേഷ വേലക്കാര് ഇന്ന് ഗ്ലാസ്ഗോയുടെ മണ്ണിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കും. സ്കോട്ട്ലൻഡിന്റെ മണ്ണിലാണ്. കർത്താവിന് നന്ദി പറയാം. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് സാത്താൻ നിർവീര്യമാക്കും. അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് പുറകോട്ട് വെക്കരുത്, മുന്നോട്ട് തന്നെ. ഞാൻ ഇവിടെ നിന്ന് അറിയാം, ഇവിടുന്ന് സ്കോട്ട്ലൻഡിന് വണ്ടി ഓടിച്ച് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി ഓടിച്ച് 800 മൈലുണ്ട്, അല്ല 600 മൈലുണ്ട്. 8-9 മണിക്കൂർ വണ്ടി ഓടിക്കണം. പ്രൈസിലോ, വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്ത് 8 മണിക്കൂർ മേലെ വണ്ടി ഓടിച്ചിട്ടാണ് പ്രൈസിലോ ഗ്ലാസ്ഗോയിൽ ചെല്ലുന്നത്. അപ്പം ഞാൻ ക്ഷീണം. വൈകുന്നേരം ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇത് ഭയങ്കര രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹോട്ടൽ ഇല്ലാന്ന് പറഞ്ഞു. ഒരു booking.com എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പറഞ്ഞത് അത് വേറെ നോക്കിയിട്ടപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. അത് വലിയ പ്രശ്നമായി. അപ്പം ഞാൻ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കന്ന് കുഴപ്പം, കർത്താവ് സഹായിക്കും, എനിക്ക് കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാർ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം 3-4 ദിവസമാണ് പോയത്. അപ്പോൾ ഒരു ദിവസം ഒന്നും ഒരു നൈറ്റും താമസിക്കണം. കാരണം ഞാൻ വൈകുന്നേരം 7 മണിയായി. 7 മണിക്ക് 8 മണി, അവിടെ 7 മണിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ 6 മണിക്ക് ചെന്നു, 6:30 ചെന്നു. 7 മണിക്ക് ഗോസ്പൽ റിവ്യൂലുണ്ട്. കാറിൻ്റെ അകത്തിരുന്നാണ് ഗോസ്പൽ റിവ്യൂല് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട്. അത് വൈകുന്നേരത്തെ റിവ്യൂല് നിൽക്കാൻ നിർത്താൻ പറ്റില്ല. അപ്പം ഞാൻ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഗോസ്പൽ റിവ്യൂല് ചെയ്തു. ദൈവമേ, ഇപ്പോൾ ഗോസ്പൽ റിവ്യൂല് കഴിയുമ്പോഴത്തേക്കും ഒരു 8-8:30 ആവും. ഇതിലോ പിന്നെ 8:30 കഴിഞ്ഞിട്ട് ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം താമസിക്കാൻ രാത്രി സമയം. അപ്പോൾ ആരെവിടെ കിട്ടുമെന്ന് ആർക്കറിയാം.
അപ്പോൾ ഞാൻ പിന്നെയും തപ്പി നോക്കി, ഓൺലൈൻ തപ്പി നോക്കി. അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു റൂം അവൈലബിൾ ആണ്. അപ്പോൾ കർത്താവ് ദൈവദാസന്മാർക്ക് നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകളെ കരുതാൻ നോക്കണേ. ഇതിലോ കുറഞ്ഞ പൈസയ്ക്ക് ഒരു നൈറ്റ് താമസിക്കാനായിട്ട് കിട്ടിയിരിക്കും. അത് മതി. അവിടെ ചെന്നു വണ്ടി പാർക്ക് ചെയ്തു, അവിടെ താമസിച്ച് കിടന്നുറങ്ങി. രാവിലെ ഏറ്റ് ഗ്ലാസ്കോ സിറ്റിയിലേക്ക് വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കും, പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തു. പ്രൈസിലോട്ട് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ യാത്രകളെല്ലാം അത് ദൈവത്തിൽ നിക്ഷിപ്തമാണ്. പ്രൈസിലോട്ട് നമുക്ക് അതാണ് നമുക്കറിയാം. സങ്കീർത്തന പുസ്തകം പറയുന്നത്, നമ്മുടെ എല്ലാ വഴികളും നമ്മളെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതഗണങ്ങളോട് കൽപ്പിക്കും. നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കാൻ അവിടുന്ന് നമ്മളെ കരങ്ങളിൽ വഹിച്ചു കൊള്ളും. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൂതഗണങ്ങളുടെ സംരക്ഷണം കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് കൊടുക്കുക തന്നെ ചെയ്യും. എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടരുത്. നമ്മൾ ശാന്തമായിട്ട് ഒരു മിനിറ്റ് ഇരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസിലോട്ട് പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തു നമുക്കറിയാം പ്രാർത്ഥിക്കുമായിരുന്നു, മലയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എത്ര കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറ്റും സ്വോത്രകാരനോടെ കർത്താവിനോട് ചെല്ലണം, സ്വോത്രം ചെയ്ത് ചെല്ലണം. മിറക്കിൾ സംഭവിച്ചിരിക്കും. അത്ഭുതങ്ങൾ കർത്താവ് നമുക്കൊരു ചെയ്യും. എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. ഏതാണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും കർത്താവ് ചെയ്യും. പ്രൈസിലോട്ട് എന്നെ കേൾക്കുന്ന ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രവചിക്കുക, നിങ്ങൾക്ക് വഴി അടഞ്ഞ വഴിയാണെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റിന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. കാസ്റ്റ് യുവർ ബർഡൻ അപ്പോൺ ടു ഹിം ആൻഡ് ഹി വിൽ കെയർ ഫോർ യു. നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിൽ സമർപ്പിക്കുക. കർത്താവ് നമ്മൾക്കത് കാര്യങ്ങൾ നോക്കുമെന്ന് കർത്താവിന് വചനം പറയുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പ്രൈസിലോട്ട് നമുക്ക് വഴികൾ കർത്താവ് തുറന്നു വരും. സിറ്റുവേഷൻ എല്ലാം കർത്താവ് മാറ്റും. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും, അതാണ് ക്ലാസ്സുകൾ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. പ്രൈസിലോട്ട് ഹല്ലേലൂയ. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൽ അവൻ പറയുന്നത് ഏകമനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ട് സഭ ചിത്രപ്പെട്ടു. സ്റ്റെഫാനസ് കൊല്ലപ്പെട്ടു, സ്റ്റീഫൻ കൊല്ലപ്പെട്ടു. സ്റ്റീഫനോടുകൂടെ അനുവാദം കിട്ടിയ ബാക്കി 6 പേരും 6 വഴിക്കായെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓരോരുത്തർ വഴിക്കൂടെ പോവാണ്. ഫിലിപ്പോസിനോട് വേറെ ആരുമില്ല. ഓരോരുത്തർ പോയ വഴി അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രൈസിലോട്ട് ഹല്ലേലൂയ. അവർ സ്വന്തം വഴി കൂടെ പോയി പരിശുദ്ധാത്മാവ് വഴി തെളിച്ചു കൊടുത്തു. അവർ കർത്താവിനെ പ്രഘോഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രസംഗിച്ചു, കർത്താവ് ആ വചനത്തിൽ ശക്തിയോടെ അവരിലൂടെ പ്രവർത്തിച്ചു. കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലുകയും അവരുടെ അസുഖങ്ങൾ വിട്ടുമാറുകയും ഭൂതങ്ങളും വിട്ടുമാറുകയും ചെയ്തു. അപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ നടന്നു. പ്രൈസിലോട്ട് നമുക്കറിയാം, ലോകത്തിൽ നടക്കുന്ന 99.99% അസുഖങ്ങൾ മൊത്തം അത് പിശാചിന്റെ പ്രവൃത്തിയാലാണ് വരുന്നത്. ദൈവത്തിന്റെ വിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ഈ അസുഖങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുമാറ്റപ്പെടും. നീ പറഞ്ഞ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതാണ് ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധാത്മാവാണ് കേൾക്കാനുള്ള കൃപ കൊടുക്കുന്നത്. അതാണ് വിശ്വാസം വരുന്നത് കേൾവിയാലാണ് വരുന്നത്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനം ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ 2 പേർക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ അനേകം ആൾക്കാർക്ക് വേണ്ടിയായിരിക്കാം ഭാവിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നിങ്ങളിലേക്ക് കർത്താവ് വചനം ഒരു വചനമല്ല, ശക്തിയോടെ കർത്താവ് തരും. ഇത് പറഞ്ഞ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും ചാപ്റ്റർ 8:7 ഇത് പറഞ്ഞ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും അനന്തരം സൗഖ്യം പ്രാപിച്ചു. അതാണ് അതാണ് നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ. എല്ലാ അസുഖങ്ങളും ഞാൻ പറയാം, 99.99% അസുഖങ്ങൾ കർത്താവ് അസുഖത്താൽ ഒരു വ്യക്തിയും പരീക്ഷിക്കുന്നില്ല. പ്രൈസിലോട്ട് അസുഖങ്ങൾ മൊത്തം ഉണ്ടാക്കുന്ന പിശാചാണ്. പക്ഷേ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിന്നില്ല എങ്കിൽ പ്രൈസിലോട്ട് ഈ അസുഖത്താൽ തന്നെ നമ്മൾ ഈ അസുഖം മാറാനായിട്ട് മാറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരേ സമയം നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിൽക്കാതെ ഇരിക്കുന്ന അവസരത്തിൽ പിശാചിനാണ് നമ്മുടെ ജീവിതത്തിൽ അധികാരമുള്ളത്. ദൈവത്തിനല്ല. പ്രൈസിലോട്ട് നമ്മൾ രക്ഷയോട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഒരു റിപ്പന്റിങ് ഹാർട്ടില്ലാതെ നമ്മൾ ഈ ലോകത്തിന്റെ രീതി നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രൈസിലോട്ട് പിശാചിന് നമ്മുടെ മേൽ അതോറിറ്റി ഉണ്ടാകും. പ്രൈസിലോട്ട് ഹല്ലേലൂയ. നമ്മൾ ദൈവസാന്നിധ്യത്തിൽ തന്നെ നടക്കണം. നമ്മളെ തന്നെ കീപ്പ് ചെയ്യണം, നമ്മളെ തന്നെ സൂക്ഷിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസിലോട്ട് ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജോബിന്റെ ജീവിതത്തിൽ ജോബ് കർത്താവിലേക്ക് നടന്നു. വാഗൊണ്ട് വേരിയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ കർത്താവിനെതിരെ ഒരു കാര്യം പറയാൻ ജോബ് സന്നദ്ധനല്ലായിരുന്നു. ജോബ് ദൈവം തന്നു, അത് ദൈവം എടുത്തു വന്ന ദൈവത്തിന് മഹത്വം കൊടുത്ത് ജോബ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് നമുക്ക് ജോബിന്റെ പുസ്തകം 42 അധ്യായത്തിൽ ജോബിന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ജോബിനെ ഓർത്ത് കർത്താവ് ഡബിൾ %,
അതാണ് മൾട്ടിപ്ലിക്കേഷൻ കർത്താവ് ചെയ്ത് കൊടുത്തു. പ്രൈസിലോ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായിട്ട് കൊടുത്തു. നിന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവനാമത്തെ പ്രതി എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബന്ധങ്ങൾ പോയിട്ടുണ്ടോ? കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം കർത്താവ് ഇത് 100 മടങ്ങായിട്ട് കർത്താവ് തരും. കർത്താവ് നിങ്ങളെ മാനിക്കും. കർത്താവ് നിങ്ങളെ ഉയർത്തും. പ്രൈസിലോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കർത്താവിന് സ്വസ്ത്ര ഗാനം പാടിയിട്ടേ നിങ്ങൾ ദൈവസന്നിധി ചേർക്കപ്പെടുകയുള്ള പ്രിയമുള്ളവരെ. ഈ ദൈവം ഉന്നതനായ ദൈവമാണ് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ. അതിനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ഇത് പറഞ്ഞാല് അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത്, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:9 ഇതിൽ പറയുന്നത്, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. കാരണം അശുദ്ധാത്മാക്കൾ പോയി കഴിഞ്ഞപ്പോൾ ആ സമരയ പട്ടണങ്ങൾ ഇളകി മറഞ്ഞു. വചനം കേട്ടവരെല്ലാം യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. വചനം ശക്തിയോട് കൂടി ആ സമരയ പട്ടണത്തിലുള്ള ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നു. അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം സ്വീകരിച്ചു. അനേകം ബോധഗ്രസ്തർ അവരിന്ന് വിട്ടുപോയി. അസുഖമുള്ള ബാധിച്ച ആൾക്കാർ പ്രൈസിലോട്ട് ഹേലയിരിക്കും. ഒരുപക്ഷെ ക്യാൻസറൊക്കെ കാണുമായിരിക്കും. അന്ന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എന്ത് അസുഖമാണെങ്കിലും തടവാത ആൾക്കാർ എന്ത് അസുഖമാണെങ്കിലും അതെല്ലാം മാറിപ്പോയി അവർക്ക് രോഗസൗഖ്യം കൊടുക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു. ഈ ദൈവശക്തി ഇന്നും കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരുടെ വായിലൂടെ കർത്താവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ദൂതഗണങ്ങൾക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ അധികാരമില്ല. നമുക്കറിയാം, മരിച്ചുപോയ നിത്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ അധികാരമില്ല. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട് ആത്മാവിനും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന നമ്മളാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാണ് ദൈവത്തിന് പരിശുദ്ധാത്മാ പോലെ ചെയ്യുന്നത്. ദൈവത്തിനോട് ഞാലിയും അവിടെ നമുക്ക് കർത്താവിനും നന്ദി പറയാം. നമുക്ക് തന്ന ശ്രേഷ്ഠ അധികാരത്തിനോട് നമുക്ക് നന്ദി പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9-ാം വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:9. എന്നാൽ ശിമോൻ, ഇതാണ് എൻ്റെ ഇടയ്ക്ക് വേറെ എനിക്ക് വായിച്ചിട്ട് ചിരി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി ഒരു വ്യക്തിയുടെ പേരാണ് ശിമോൻ. പ്രൈസിലോട്ട് അതാണ് ഞാൻ ഈ മന്ത്രവാദി. ഈ മന്ത്രവാദവും ഈ അഭിചാര പ്രവൃത്തി എല്ലാം ചെയ്തതിന് ഒരു വ്യക്തി അതിനെക്കുറിച്ച് പറയാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9-ാം വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:9 പറഞ്ഞ്, എന്നാൽ ശിമോൻ എന്ന പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. അതാണ് പറഞ്ഞത്, താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോകുന്നു. അതാണ് പിശാച്. ഒരു കാലം വരെ പിശാചിന് പിടിച്ചിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഈ ചീട്ടുകൊട്ടാരം പോലെ ഉരുണ്ട് താഴോട്ട് വീഴും. ഒരു കാലം വരെ നമ്മളെ പുത്തോട്ടിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ആ കരികൾ പാറകളെല്ലാം പൊട്ടി 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 താഴോട്ട് വരും. അത് കർത്താവിന് ഇടവരുത്തും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ശിമോന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ശിമോന്റെ പ്രത്യേകത കഴിഞ്ഞാല് ശിമോനെ ആഭിചാര പ്രവൃത്തി ചെയ്തു. മന്ത്രവാദവും കുടോത്രവും ഈ തത്തയെ കൊണ്ട് പറയിപ്പിക്കുന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. പ്രൈസ് ലോർഡ് കൈനോട്ടമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ചില്ല തട്ടുപരിപാടിയൊക്കെ ചെയ്തിട്ട് അവിടെ വിശ്വാസങ്ങളെ കൂട്ടിപ്പിടിച്ച കാര്യങ്ങൾ ചെയ്തു. അത് കർത്താവിന്റെ വചനം പറഞ്ഞാൽ ദൈവമക്കൾക്ക് ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല, രക്ഷപ്പെട്ട് ഇസ്രായേലിന് വലിക്കത്തില്ല എന്ന് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യയുടെ പുസ്തകം 21-ാം വാക്യം പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പം തൊടുമാനോട് പറയുന്നു യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൽ 54-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 54:17. ഇതിൽ പറഞ്ഞാല് നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം നമുക്ക് വലിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പൊ ശബരിപ്പെട്ടൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ മതിയെന്ന് കഴിഞ്ഞപ്പോൾ ഈ ശീമോന്റെ ഈ തട്ടുപരിപാടി ഒന്നും അവിടെ നടന്നില്ല. കാരണം വെച്ചാല് ശീമോൻ അവിടെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിച്ച പോലെ കർത്താവിന്റെ അഭിഷിക്തനായ ഫിലിപ്പിനെ പറ്റിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ദൈവ സാന്നിധ്യം, യേശുവിന്റെ നാമം എവിടെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെ സാത്താനിക കോട്ടകൾ വഴി മാറിയേ പറ്റത്തുള്ളൂ. എല്ലാ നാമവും യേശുവാണ് കർത്താവ് എന്ന് ഏറ്റു പറയപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ലോകാവസാനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ആർക്ക് അഭിചാരം ചെയ്യുന്നുണ്ടോ, ആർക്ക് മന്ത്രവാദം ചെയ്യുന്നുണ്ടോ, ആർക്ക് കൂടോത്രം ചെയ്യുന്നുണ്ടോ, ആർക്ക് നമ്മുടെ മിനിസ്ട്രിക്കെതിരെ ചെയ്യുന്നുണ്ടോ, അവരൊക്കെ കർത്താവിന്റെ വചനത്തിൽ കർത്താവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞു വരുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ അവർ വഴി മാറിയേ വരത്തുള്ളൂ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇത് പറയുന്നത് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9-ാം വാക്യം പറയുന്ന, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:9. എന്നാൽ ശിമോൻ എന്ന പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ അഭിചാരം ചെയ്തു, താൻ മഹാൻ എന്ന് പറഞ്ഞു ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇത് പറഞ്ഞാല് ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞു ആ ബാലബദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നു. തുടർമാനോട് പറയുന്നത്, ഇവൻ ആ വിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്രേ
അവനെ ശ്രദ്ധിച്ചത്. എന്നിട്ട് 1-2 ദിവസമല്ല, വളരെ നാൾ അവരെ ബുദ്ധിമുട്ടിച്ച് പോകുന്ന അവരുടെ അടുത്ത് പൈസ മേടിച്ചു. ഇങ്ങനെയാണ് ചില സഭകളിലൊക്കെ അവരെ പൈസ മേടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കും. ഇതാണ് പരിപാടി. പൈസ കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ കയറ്റാം. അല്ലെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വലിയൊരു കുർബാനയല്ല, പാട്ട് കുർബാനയല്ല. പൈസ ഇല്ലെങ്കിൽ ഒറ്റ കുർബാന. പ്രൈസിലോട്ട് അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കല്ലറ അടക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കല്ലറയല്ല. എന്ന് കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരിച്ചു കഴിയുമ്പം പൊന്നും കുരിശ് എടുത്തിട്ട് പിന്നെ കൊണ്ടുപോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാനില്ലേ, 1000, 10, 2000, 5000 രൂപ കൊടുക്കാനില്ലേ, പ്രൈസിലോ പൊന്നുകുരിശ് എടുക്കത്തില്ല. അപ്പൊ ഇവരെ ഈ പിശാചിന്റെ പ്രത്യേകം ഈ പൊന്നും കുരിശിലും ഈ വലിയ കലറയിലും വലിയ പാട്ട് കുർബാനയിലും പ്രൈസിലോ ഈ ഒപ്പീസിയലിലും നേർച്ച കാഴ്ചകളിലും അതാണ് സ്വർഗരാജ്യം ഇരിക്കുന്നതെന്ന് ഇവര് പിശാചി ഇവരെ കൊണ്ട് ചിന്തിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു സഭയുടെ മൊത്ത സഭയെന്ന് പറയപ്പെടുന്ന സാത്താന്റെ ആ കൂട് മൊത്തം ഇതിനകത്ത് ഇങ്ങനെ പെട്ടിക്കിടക്കിരിക്കുക പറയുന്നത്. ഞാൻ ദൈവകൃപയാൽ ഈ ഊരാ കുടിക്കുന്ന ഞാൻ രക്ഷപ്പെട്ടു 2013 പ്രൈസിലോ കേരളീയ ദൈവത്തിന്റെ കൃപയാല് ഈ വലിയ പിശാചിനെ കൂട്ടിയെന്ന് കർത്താവിനെ പുറത്തു വിട്ടു. ഇത് വീട്ടിലെല്ലാവരും പുറത്തു വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവ് വിട്ടുവരെ തന്നെ ചെയ്യും. പ്രൈസിലോട്ട് കേരളീയ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആഭിചാരം ചെയ്തുകൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. തിരുമേനി അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 12-ാം വാക്യം പറയുന്നതെന്ന് വെച്ചാൽ, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അതാണ് സ്നാനം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിലർ പറയുന്ന സ്നാനം അത് പരിശുദ്ധാത്മാ സ്നാനമാണ്, അത് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചു. അങ്ങനെയല്ല. സ്നാനം മുഴുവായിട്ട് സ്നാനപ്പെടുക തന്നെ ചെയ്യണം. സ്നാനപ്പെടുന്ന ഒരു വ്യക്തി അത് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് വെള്ളത്തിൽ മുഴുവനായിട്ട് മുങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് വരണം. അതാണ് സ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾക്ക് ഏറ്റിരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ ചെറുപ്പത്തിൽ പ്രൈസിലോട്ട് ഉണ്ടായി ഉടനെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ തലയെ കൊണ്ടുപോയി കുറച്ച് വെള്ളം കോരി, അത് സ്നാനമല്ലാതെ. പ്രൈസിലോട്ട് ഹല്ലേലൂയ. ദാറ്റ് ഈസ് നോട്ട് എ ബാപ്റ്റിസം. അത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണത്. പരിശുദ്ധാത്മന്റെ അഭിഷേകം തടയാനുള്ള തന്ത്രമാണത്. പ്രൈസിലോട്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ചൈൽഡ് ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നുണ്ടോ അത് സാത്താനി സഭയാണത്. That they are not following the commandment of Jesus Christ. The people, those who are following the commandment of Jesus Christ, they have to born again and have to take the full water baptism according book of Mark chapter 16 verse 16. അതാണ് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവിന്റെ കമാൻഡ്മെന്റ് ആണ് സ്നാനപ്പെടണം. അത് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് അപ്പോസ്തലപ്രവൃത്തി മൊത്തം അതുണ്ട്. ഈ പറഞ്ഞാൽ എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പ്രൈസ് ദി ലോർഡ്. അതാണ് വചനം കേൾക്കുക മാത്രമല്ല ടെക്ന്ന് സ്നാനപ്പെടുകയുണ്ടായി. സ്നാനം എത്രമാത്രം അത് കഴിഞ്ഞാൽ അവിടെ ആ പ്രദേശം ആ ടൗൺ മൊത്തം അവിടെയുള്ള ആൾക്കാർ മൊത്തം വചനം കേട്ട് എല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നു. പുരുഷന്മാരും സ്ത്രീകളും മൊത്തം അവർ സ്നാനപ്പെട്ടു. പ്രൈസ് എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നു. പ്രൈസ് അതിങ്ങനെയാണെങ്കിൽ ആരൊക്കെ മുഴുവൻ സ്നാനം എടുക്കാത്ത ആൾക്കാരുണ്ടോ? സഭകൾ നിങ്ങളെ തടഞ്ഞു വെക്കുകയാണോ? സൗരസഭയ്ക്ക് നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടാണ്ട് പറ്റത്തില്ല. നമ്മൾ സ്നാനപ്പെടുക തന്നെ വേണം. മുഴുവനായിട്ട് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുകയും ഒരു സ്നാനമെടുത്ത് പ്രൈസ് ദി ലോർഡ് വിഭാരാധന എല്ലാം വിട്ടുമാറി സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു. എല്ലാവരും എന്നെ ഷെയർ ചെയ്യാണ്ട് ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഷെയർ ചെയ്യാണ്ട് ഉത്സാഹിപ്പിക്കുന്ന എല്ലാവരും. ഞാൻ 2013 സ്നാനപ്പെടും. സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ കത്തോലിക്ക സഭയിൽ രാവിലെ പോകും. വൈകുന്നേരം ബെന്തിക്കോസ്തിക്ക് കുറച്ച് ചർച്ചിൽ പോകും. പിന്നെ കത്തോലിക്ക സഭയിൽ രാവിലെ പോകും. വൈകുന്നേരം കത്തോലിക്ക സഭ പോകും. രാവിലെ ബെന്തിക്കോസ്തി ചേർത്ത് പോകും. അവിടെ ബെന്തിക്കോസ്തി ചേർത്ത് നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യമാണെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ഞാൻ ദൈവമേ ഇത് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടും എല്ലാം നമ്മുടെ പള്ളിയിലേക്ക് പോകാമെന്ന് ചിന്തിച്ചത്. അപ്പോൾ പിന്നീടാണ് കർത്താവിൻ്റെ അഭിഷേകത്തെ തിരിച്ചറിയുവാനുമായിട്ടും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചന വെളിപാട് കർത്താവ് എനിക്ക് തരികയുണ്ടായി. നമുക്ക് കഴിഞ്ഞാൽ വചന വെളിപാട് കർത്താവ് നമുക്ക് തരും പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കത്തോലിക്ക സഭയെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് നിർത്തി. അപ്പം കത്തോലിക്ക സഭ പോകുന്ന നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നലെ പേരും ചിരിച്ചു കാണിച്ച ആൾക്കാരെല്ലാം നമ്മുടെ കഴുത്തിന് പിടിക്കാൻ വരുന്നതല്ല. എല്ലാവരും നമുക്കെതിരെ നിൽക്കുന്നു. ഒരാൾ ഇന്നലെ പേരും ചിരിച്ച് നമ്മുടെ ലോകത്തിൽ കൈയിട്ട് നടന്ന ആൾക്കാര് വലിയ ശത്രുക്കളായിരിക്കുകയാണ്. എന്ത് കാര്യം ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കും. അതാണ് പ്രശ്നം. വേറെ ഒന്നുമില്ല. ഒരേ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു. അവരോട് മാതാവിനോട് പ്രാർത്ഥിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അതാണ് പ്രശ്നം. പ്രൈസ് അവരെല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞു. എന്നെ ആഡ് ചെയ്ത എല്ലാ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലാത്ത രീതി ആക്കി കളഞ്ഞു.
പക്ഷെ കർത്താവിനെ കരുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ആൾക്കാർ പുറത്ത് ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു വന്ന ആൾക്കാരെ നിങ്ങൾ നോക്കാണ്ട് പോകരുത്. കർത്താവ് നിങ്ങളെ കരുതും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. കർത്താവ് നിങ്ങളെ മരണത്തോടെ നിങ്ങളെ കാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അത് രക്ഷിക്കപ്പെട്ട് മനുഷ്യൻ കൊടുത്ത് ആത്മാവിനും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം എന്നതാണ് സത്യ സുവിശേഷം. അത് വിട്ട് വേറൊരു വചനം ഇല്ല പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കണം. നമ്മൾ പ്രസംഗിക്കാനായിട്ട് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം മൊത്തം കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട് ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്. ആ 800 കോടി ജനങ്ങളിൽ എത്ര ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു? പ്രൈസ് ദി ലോർഡ്. എത്ര പേര് രക്ഷയിലേക്ക് വന്നു? നമ്മൾ ഈ ഉറക്കം വിട്ട് കേൾക്കണം, നമ്മൾ എഴുന്നേൽക്കണം. അനേകം ആൾക്കാർ, ഇന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ, നമ്മൾ പ്രോസിക്യൂഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും, വീട്ടുകാരുടെ അടുത്ത് എതിർപ്പ് വന്നു കഴിഞ്ഞാലും, നമ്മുടെ ചർച്ചയിൽ നിന്ന് എതിർപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും, നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാന്നുള്ള വലിയൊരു ഡ്യൂട്ടി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിന്റെ വചനം പ്രസംഗിക്കാന്നുള്ളത് വലിയൊരു ഭാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, വലിയ ചുമതല തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഡു അക്കോർഡിംഗ്ലി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുക്രിസ്തു നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിച്ചില്ലായിരിക്കും. നമ്മളില്ലാതെ, നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാത്തത് കൊണ്ട് നമ്മൾ താമസിക്കുന്ന സിറ്റികൾ, ആൾക്കാർ മരിച്ച് ഈ ലോകത്തിലേക്ക് പാവത്തിലേക്ക് നരകത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും പ്രിയമുള്ളവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റിയിൽ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കണം. ഞാൻ ഈ ഇരിക്കുന്ന സിറ്റിയിൽ എല്ലാവർക്കും എന്നെ അറിയാം. ഒരുപാടുപെട്ട എല്ലാവർക്കും എന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ പോയി കഴിഞ്ഞാലും വിസിറ്റ് ഒരുപാർക്ക് എന്നെ അറിയാം. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ മറ്റുള്ളവർ അറിയണം. നമ്മൾ ദൈവ പൈതലാണെങ്കിൽ മറ്റുള്ളവരെ അറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലാണെന്ന് മറ്റുള്ളവരോട് പറയണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നമ്മൾ അഭിമാനിക്കണം പ്രിയമുള്ളവർ. ഇത് പറഞ്ഞതെന്നു വെച്ചാൽ, ഇവൻ ശിമോന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവരങ്ങനെ അവനെ ശ്രദ്ധിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 8:12 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:12 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷാരവും സ്ത്രീകളും സ്നാനമിട്ടു എന്ന് പറഞ്ഞാൽ, ശിമോൻ സാത്താൻ പുറത്തായി നടത്തും. സത്യവചനം വന്നു കഴിഞ്ഞപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തുന്നേറ്റ് നിത്യതയായിരുന്ന യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സാത്താന്റെ ഈ കുരുട്ടുബുദ്ധികളും തന്ത്രം എല്ലാം ഔട്ടായി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ സാത്താന്റെ പ്രവർത്തനം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തുപോയി നടത്തും. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊടുവാനോട്ട് പറയുന്ന ആ സ്ത്രീകളെല്ലാം സ്നാനം വിട്ടു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. തൊടുവാനോട്ട് അപ്പോസ്തലപ്രവൃത്തി 8:13 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:13 പറഞ്ഞ, ശിമോൻ താനും വിശ്വസിച്ചു. അതാണ് വലിയ രസം. നിങ്ങൾ ശിമോൻ താനും വിശ്വസിച്ചു സ്നാനം ഏറ്റവും ഫിലിപ്പോസിനോട് ചേർന്നു. അതാണ് ഇന്നലെ പേരെയും നമുക്കറിയാം, മന്ത്രവാദം ഗുണത്തോളം ചെയ്ത ആള് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ സ്നാനം ഇട്ടു. ഇതാണ് നമുക്ക് കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അറിയുമല്ലോ ചെയ്ത്. കാരണം വെച്ചാൽ ഇപ്പൊ അന്ധകാരത്തെ അവരോട് പ്രവർത്തിക്കുന്നു. നമ്മൾ അവരെ ഓർത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിനോട് നമ്മൾ ചെയ്യുന്ന ഇവർ ചെയ്താൽ മതി. ഞാനൊക്കെ കർത്താവിന്റെ വചനം സ്ട്രീറ്റ് പ്രസംഗം അനേക ആൾക്കാർ ശല്യം ചെയ്യാനായിട്ട് വരും. നമുക്ക് ഭക്ഷണമൊക്കെ വെച്ച് എനിക്ക് എറിഞ്ഞിട്ടുണ്ട്. ചെയ്തല്ലോ. അനേകം ആൾക്കാർ ശല്യം ചെയ്യാനായിട്ട് വരും. ലോട്ട്സ് ഓഫ് പീപ്പിൾ വിൽ കം ആൻഡ് ഡിസ്റ്റർബ് us if you are witnessing God. Praise Lord. Hallelujah. The people, they are not at all coming by themselves, by their own effort. They are coming by the power of the evil spirit. Praise Lord. Evil spirit power. The people, those who are preaching the gospel, if you are the child of God, you have got an authority over the evil spirit. You can be able to destroy. That is what the Bible saying. Book of Luke chapter 10:19. അതാണ് ലൂക്കായുടെ സുവിശേഷം അതിലെ 10-19 വാക്യം പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വൃത്തിയും ചവിട്ടുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നും ഒരിക്കലും ദോഷം നമുക്ക് വരുത്തത്തില്ല. ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് ഫിലിപ്പോസ് ഇന്നലെ വലിയ മന്ത്രവാദവും മായാജോലം ചെയ്ത വ്യക്തി കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ മന്ത്രവാദം കേട്ടിരുന്ന ആൾക്കാരെല്ലാം അതെല്ലാം വിട്ടിട്ട് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അപ്പൊ അവന്റെ കച്ചവടം നഷ്ടപ്പെട്ടു. വചനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 8:13 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:13 ഇതിൽ പറഞ്ഞ, ശിമോൻ താനും വിശ്വസിച്ച് സ്നാനം വെച്ചു. അതാണ് ഭയങ്കര കാര്യം. ശിമോൻ താനും വിശ്വസിച്ച്, അത് കള്ളത്തരമായിരുന്നു. ഞാനും വിശ്വസിച്ച് സ്നാനം വെച്ചു. ഫിലിപ്പോസിനോട് ചേർന്ന് വന്നു. വലിയ വലിയ പ്രവർത്തന അടയാളങ്ങൾ നടക്കുന്നത് കൊണ്ട് ഭ്രമിച്ചു പോയി. ഇതാണ് പിശാചി ഭ്രമിക്കും കർത്താവിന്റെ അഭിഷിക്തന്മാരെ ഏൽക്കുമ്പോൾ. യഹോവ എഴുന്നേൽക്കുന്നു, ഈ ശത്രുക്കളെ ചെറുതെന്ന് നമുക്കറിയാം. അത് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാർ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാലും സാത്താന്യ കോട്ടകൾ തകരം. പ്രൈസ് ലോർഡ്. അതാണ് തുടർമായിട്ട് നമുക്കറിയാം. നമുക്ക് അടുത്ത ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് സംസാരിക്കാൻ നമുക്കറിയാം. പത്രോസ് കരായത്തെയായിരുന്നു. പത്രോസിനെ കർത്താവ് നമുക്കറിയാം
കാരാഗര വാതിൽ തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. അതാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ പൗലോസിനെ പുറത്തു കൊണ്ടു, ഈ പൗലോസിനെയും പുറത്തു കൊണ്ടുപോകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ പവറാണ്. എത്ര മുറി പൂട്ടിട്ട മുറിയാണെങ്കിലും താഴിട്ട പൂട്ടിയാണെങ്കിലും ഈ എത്ര നമുക്ക് രക്ഷപ്പെടാൻ നൂർത്തിയില്ലാത്ത അവസ്ഥയാണെങ്കിലും ഈ ദാനിയേൽ സിംഹക്കുട്ടി കിടന്ന് രക്ഷിച്ച ആ ദൈവം, ശത്രുക്ക് മേശയ്ക്ക് അബദ്നേഗോ പ്രൈസ് ലോർഡ് തീച്ചോളയിൽ 4-വനായിട്ട് ഇറങ്ങി ചെന്ന് രക്ഷിച്ച ആ ദൈവം ഇന്ന് നമ്മുടെ പ്രശ്നത്തിൽ ഇറങ്ങി വന്നിട്ട് നമ്മളെ രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നോ മാറ്റർ ദ തിങ്സ് വാട്ട് എവർ യു ആർ ഫേസിംഗ് ടുഡേ, അവർ ഗോഡ് ക്യാൻ ഏബിൾ ടു ഹെൽപ്പ് യു ടുഡേ. അതാണ് യെശയ്യാ പുസ്തകം 10-11 വാക്യം 41 വാക്യം പറയുന്നത്. കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയും നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയോട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരും. ഇത് പറയുന്ന ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യ പ്രവൃത്തികൾ അടയാളങ്ങൾ നടക്കുന്നത് കണ്ട് ഭ്രമിച്ചുപോയി. ശീമോൻ ഭ്രമിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലർ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:14 ഇതിൽ പറയുന്നത് 14 വാക്യം. അനന്തരം യെരുശലേമിലെ അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ട് ഒന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അതാണ് അവർ ചിതറിക്കപ്പെട്ട എല്ലാവരും അവർ വീണ്ടും സമര്യ പട്ടണത്തിൽ പോയി കർത്താവിനെ വചനം പ്രസംഗിച്ചു. സമര്യ പട്ടണം ഫിലിപ്പോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇളകി മറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മുമ്പിൽ ഒരു കാൽ വെച്ച ഫിലിപ്പോസിനെ കർത്താവ് എല്ലാ സ്ഥലങ്ങളെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരായിരിക്കുന്ന സ്ഥലങ്ങൾ അപ്പോസ്തലന്മാരും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അപ്പോൾ സമര്യ പട്ടണം ആദ്യമായിട്ട് കർത്താവിന്റെ വചനം കേട്ടവര് അനേക ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ പത്രോസും അതുപോലെ തന്നെ ശിഷ്യന്മാരും കേട്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവർ കേൾക്കാൻ ഇടവരുത്തി. കർത്താവ് ഫിലിപ്പോസിനെ തകർത്താങ്ങായിട്ട് ആളയക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുശേഷ വേലയോട് അനന്തരം യെരുശലേമിലെ അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് ആൾക്കാരെ കണക്ട് ചെയ്ത് തരും. നമ്മൾ വിചാരിക്കും ദൈവമേ നമ്മൾ തന്നെ ഉള്ളല്ലോ, ഇത്ര നാളും ഉള്ളല്ലോ. കുറച്ച് നാൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് നാൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഒപ്പം വരും. അത് കഴിയുമ്പോൾ കുറച്ച് നാൾ ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ഒപ്പം കാണത്തില്ല പറയുമ്പോഴേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വന്ന എല്ലാവരും വിട്ടുപോകും. ചക്രവർത്താനം പറഞ്ഞ എല്ലാ വ്യക്തിയും വിട്ടുപോകും. പക്ഷേ കർത്താവ് നമ്മുടെ ഒപ്പം നമ്മോടായിരിക്കാനായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ മാത്രമേ കർത്താവ് നമ്മുടെ ഒപ്പം വരത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആർക്കും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാൾ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. അപ്പം ഫിലിപ്പോസ് തന്നെ ഉടന്ന പിശാച് ചിന്തിച്ചത്. പക്ഷേ അവിടെ കർത്താവ് പരിശുദ്ധാത്മാവ് അവിടെ അത്ഭുതങ്ങൾ ചെയ്തു. പത്രോസ് ശിഷ്യന്മാരെയുള്ള വരുത്തി. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8:15 പറയുന്ന 15 വാക്യം പറയുന്നത്, അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലെ ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റുതന്നെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം, സ്നാനപ്പെടണം, കൈവപ്പ് മേടിക്കണം, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്കൊരു കൈവപ്പ് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആ കൃപാവരുടെ അടുത്ത് ഓൾറെഡി നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കൈവപ്പ്, പ്രൈസ് ദി ലോർഡ്, നമ്മളായിരിക്കുന്ന ആ ശുശ്രൂഷയുടെ അടുത്ത് നമ്മൾ കൈവപ്പ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വചനം കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം പോയിട്ട് ശുശ്രൂഷയിലേക്ക് പോയി ഇറങ്ങുമല്ല, മറിച്ച് നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം, നമുക്ക് ഒരുമിച്ച് നമുക്കൊരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കണം, നമ്മുടെ തലപ്പത്തുള്ള ഒരാളുണ്ടായിരിക്കണം. നമ്മൾ അവരെ അടുത്ത കാര്യങ്ങൾ ചോദിച്ച് അവരോട് നമ്മൾ പ്രയർ കൂട്ടായ്മ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു ഇടയനുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൺഡേ ചർച്ച് എത്ര എവിടെയൊക്കെ ടോക്ക് പോയി കഴിഞ്ഞാലും സൺഡേ നമുക്കൊരു ചർച്ച് ഉണ്ടായിരിക്കണം. ആ ചർച്ചിൽ ഇടയനുണ്ടായിരിക്കണം. അവിടെ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടങ്ങിയ കാര്യങ്ങൾ മസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറ് അവർക്ക് ദ്രവ്യങ്ങൾ. അതാണ് ആദ്യം പറഞ്ഞത്. ഈ ശിമോന്റെ ഈ മാന്ത്രിക വിദ്യയെല്ലാം കണ്ട് ആ ശമര്യ പട്ടണത്തിലുള്ള ആൾക്കാർ അവര് കർത്താവിനെ അവര് കർത്താവിനെ കേൾക്കാനായിട്ട് ഇടവന്നില്ല. അപ്പം ശിമോന്റെ മാന്ത്രികയൊക്കെ കണ്ട് ശിമോനെ വിശ്വസിച്ചു. പക്ഷേ ദൈവവചനം കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർ കർത്താവിനെ സ്വീകരിക്കുകയും അന്ധകാര ശക്തിയെ തള്ളിക്കളയുകയും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വലിയ സന്തോഷത്തോടായി ചെയ്തു. അപ്പൊ ശിമോൻ അവരോടൊപ്പം സ്നാനം തിരിച്ച് ഫിലിപ്പോസിനൊപ്പം നിന്നു.
അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, അവരുടെ ശിമോന്റെ ചില ആൾക്കാർ സ്നാനപ്പെട്ട അവരുടെ ഹൃദയം ശുദ്ധമല്ല. ഇത് അവർക്ക് എങ്ങനെയെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയൊക്കെ ചെയ്യും പ്രേയറുള്ളവരെ. പ്രൈസിലോ അവിടെ നമ്മളവരെ കണ്ടറിയണം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ദൈവവേലയിൽ നമ്മൾ ഒരുമിച്ച് നിർത്താനായിട്ട് ശ്രമിക്കരുത്. പ്രൈസിലോ ഹല്ലേലൂയ. അപ്പൊ നാം കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവിന് വിവേചനം വരുന്നത്. പ്രൈസിലോ. അപ്പൊ എന്റെയൊക്കെ മിനിസ്ട്രി ഉണ്ടാകുമ്പോൾ ചർച്ച വന്നു കഴിഞ്ഞാലും ചർച്ച് ഭിന്നിപ്പ് ചെയ്തിട്ട് കളയുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. ആരും ഇല്ലെങ്കിൽ തന്നെയും ഞാൻ അങ്ങനെയുള്ള ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറയും. അവർ ചിലപ്പോൾ വരികയല്ല, വന്നില്ല, വേണ്ട, അത്രേ ഉള്ളൂ. പ്രൈസിലോട്ട് അല്ലെങ്കിൽ അവിടെ ചർച്ച് ഈസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമുക്കവിടെ ചർച്ചിൽ ആ പരിശുദ്ധാത്മ അഭിഷേകം സാന്നിധ്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ പ്രിയമുള്ളവരെ ചർച്ചിന്റെ ചർച്ച് ചർച്ച് വർഷിപ്പ് എന്താ? ഒന്നുമല്ല. പ്രൈസിലോ. അതാണ് നമ്മൾക്ക് ഒത്തിരി ആൾക്കാർ ചർച്ചിൽ ഉള്ളതിന്റെ അല്ല, മറിച്ച് ഉള്ള ആൾക്കാരിലുള്ള പരിശുദ്ധാത്മാരുടെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അതാണ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ദാറ്റ് ഷുഡ് ബി എ ഫെലോഷിപ്പ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ കൈവച്ചതിനാ പരിശുദ്ധാത്മാ ലഭിച്ചത് ശിമോൻ കണ്ടാറ് അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞ് 10 മിനിറ്റ് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് 5 മിനിറ്റ്. താൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അതാണ് വിഗ്രസം. അതാണ് ശിമോൻ പറഞ്ഞ് കൈക്കൂലി കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ ശ്രമിക്കുന്നു. പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. അതാണ് ദൈവത്തിന്റെ ദാനം. അത് ഫ്രീ ആണ്. ഹീലിംഗ് ഫ്രീ ആണ്. ഡെലിവറൻസ് ഫ്രീ ആണ്. ഇറ്റേണൽ ലൈഫ് ഫ്രീ ആണ്. കർത്താവ് കാൽവരിക്കുരിശിൽ നമുക്ക് കർത്താവിന്റെ ആണിപ്പെടാൻ നമ്മളെ സൗഖ്യം പെട്ട് കഴിഞ്ഞു. അവന്റെ ആണിപ്പെടാതെ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് സൗഖ്യം വരുമെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആണിപ്പെടാതെ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു എന്നും പുതിയ നിയമത്തിലെങ്കിൽ ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു. ഈ സൗഖ്യം ഫ്രീ ആണ്. ഇറ്റേണൽ ലൈഫ് ഫ്രീ ആണ്. എവർലാസ്റ്റിംഗ് ലൈഫ് ഫ്രീ ആണ്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ഫ്രീ ആണ്. നമുക്ക് നമ്മുടെ പാവമോചനം ഫ്രീ ആണ്. അതൊരു അച്ഛന്മാരെ എടുത്തും കൈക്കൂലി കൊടുത്ത് പാവമോചനത്തിന് പോകണ്ട. നമ്മളെക്കാളും വലിയ പാവത്തിൽ കിടക്കുന്ന ചെളിക്കുടി കിടക്കുന്ന ആൾക്കാരെ എടുത്ത് നമ്മുടെ പാവം നമ്മളെ രക്ഷിക്കാനായിട്ട് രക്ഷിക്കണമെന്ന് നമ്മൾ അവരെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള റിപ്പന്റിങ് ഹാർട്ടാണ് കർത്താവ് നോക്കുന്നത്. കർത്താവിനോട് നേരിട്ട് പറയണം. അല്ലാതെ ഈ അച്ഛന്മാര് നമുക്കറിയാം, ഞാൻ കത്തോലിക്കരാണ് പറയുന്നത്. അവര് പറയുന്ന ഈ പാവമോചനമെന്നും പറഞ്ഞ് വായു പറയുന്ന ഒന്നും നമ്മൾ ഏറ്റുചെന്ന് വേണ്ടാത്ത പശ്ചാത്താപവും നേർച്ചയോ കാഴ്ചകളോ ഒന്നും ചെയ്യേണ്ട. പറയുമുള്ളവര്, പാവമോചനം ഫ്രീ ആണ്. രക്ഷിക്കപ്പെടാൻ നമുക്ക് 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് എഫെസ്യർ ലേഖനം 1 അധ്യായം 3 വാക്യം പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തെ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അനുഗ്രഹവും കർത്താവ് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഡ്വാൻസ് സത്യത്തിൽ ആരാധിച്ചാൽ മതി. വി ആർ ബ്ലെസ്ഡ് വിത്ത് ഓൾ ദ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 1:3. പ്രൈസ് ലോർഡ്. അവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ അനുഗ്രഹം അനുഭവിക്കാണ്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ നേർച്ച കാഴ്ചകളോ ശൂലം കുത്തിക്കാനോ നേർച്ചയിടാനോ കൊന്തയെല്ലാനോ പ്രൈസോ തിരികെത്തിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പ്രൈസലോ ഹല്ലേലൂയ. ഇത് പറഞ്ഞ് പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നിരൂപിക്കുന്നു. പൈസ ഇട്ടിട്ട് സ്വർഗത്തിൽ പോകേണ്ട പരിപാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന്റെ ദാനം രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് നിത്യജീവൻ. ആ ദൈവത്തിന്റെ കൃപയാണ്. കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളും നമ്മുടെ ബലഹീനതകളും കർത്താവ് വഹിച്ചു. പ്രൈസിലോ. അതുകൊണ്ട് കർത്താവിന്റെ ആണിപ്പെടരാല് കർത്താവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുപ്പ് കിട്ടിക്കഴിഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുർബാനയോ കുംസാരോ പൈസ കൊടുത്ത് ഒരു പരിപാടി ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. പറയുന്നത് ഇത് പറഞ്ഞാൽ പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കേണ്ട നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ എന്ന് പറയുവാണ്. കാരണം വെച്ചാൽ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുന്ന സത്യദൈവത്തെയും ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവിനെതിരെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം അത് ക്ഷമിക്കത്തില്ല എന്ന് വചനത്തിൽ പറയുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനോട് നമ്മൾ പാപം ചെയ്യരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്ഥലത്തിൽ ദൈവപ്രവൃത്തി നടക്കുകയാണെങ്കിൽ നമ്മൾ ആരും കുറ്റമിരിക്കാനായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പറയുന്നത് അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറ്റമിരിക്കാനായിട്ട് പോകരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ചിലപ്പോൾ അവർ ദൈവത്തിന്റെ ആത്മാവിനെ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിനെ വചനം പ്രസംഗിക്കുന്നവർ നമ്മളെ കുറ്റമിരിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. ദൈവവചനം ആ ദൈവത്താലല്ല ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ ആ ദൈവം തന്നെ അത് നശിപ്പിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം സത്യസന്ധമായി പ്രസംഗിക്കുന്ന ആൾക്കാരെല്ലാം നിലനിൽക്കും. പറയുന്നത് ഇത് പറഞ്ഞാൽ നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു എന്ന് പത്രോസ് ശിമോനോട് പറയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:21 വാക്യം. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അത് ശിമോൻ എത്ര വേണ്ട അപ്പോസ്തല പ്രവൃത്തി 8
അറിയിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ലോർഡ്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:25 നിർത്തുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് സെക്കൻഡ് പാർട്ട് 10 തുടർമാനമായിട്ട് ഈ അധ്യായം തുടർമാനമായിട്ട് പറയുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശമര്യ പട്ടണം മൊത്തം കർത്താവിനെ അറിഞ്ഞു. അപ്പം കർത്താവിനെ ചിതറിക്കപ്പെട്ട ശിഷ്യന്മാരൊക്കെ കർത്താവിന് വചനം പ്രസംഗിക്കാനായിട്ട് ചെന്നു. അവർ ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അവിടെ വലിയ ഉണർവ് നടന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ഥിരീകരിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആഭിചാര പ്രവൃത്തി ചെയ്ത ആൾക്കാരെല്ലാം കർത്താവ് മാറ്റി. പ്രൈസ് ശിമോൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മന്ത്രവാദം എല്ലാം കർത്താവ് മാറ്റി. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വചനം വീണ്ടും അവിടെ ശക്തിപ്പെട്ടു. കാരണം ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് പറ്റത്തൊന്നുമില്ല, ഇസ്രായേലിന് ഫലിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ലോർഡ് ആഭിചാരവും മന്ത്രവാദം എവിടേക്കും ഉണ്ടോ, പ്രൈസ് ലോർഡ്, അവിടെ കർത്താവിന്റെ വചനം എവിടേക്ക് കർത്താവിന്റെ വചനം ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം ഈ മന്ത്രവാദവും ആഭിചാരവും എല്ലാം വിട്ടുമാറുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. അപ്പൊ തുടർമാനമായിട്ട് കർത്താവിന്റെ വചനം വീണ്ടും ശക്തിയോടെ എവിടേക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ തടസ്സം ഉണ്ടാവും. എവിടേക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ബുദ്ധിമുട്ടുണ്ട്, അവിടെ പ്രോസിക്യൂഷൻ ഉണ്ട്. പക്ഷെ വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നത് വെച്ചാൽ അത് വീണ്ടും ചർച്ച വളരും. പ്രൈസ് ലോർഡ്. ഓരോ പ്രോസിക്യൂഷനിലും ഓരോ രക്തത്തിലും കർത്താവിന്റെ വചനം വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ നടക്കും. പ്രിയമുള്ളവർ, നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ പ്രസംഗിച്ച് നിത്യത്തിലേക്ക് പോകുന്നത്. മരിച്ച ദൈവത്തെ പ്രസംഗിച്ച് പിശാച് പറയുന്ന പോലെ മരണത്തിലേക്കല്ല. പ്രൈസ്. നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ശക്തനായ ജീവിക്കുന്ന ദൈവത്തെ പ്രസംഗിച്ച് നമ്മൾ നിത്യജീവനിലേക്കാണ് പോകുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മളിപ്പം ദൈവത്തിന് കീഴടങ്ങി പിശാചോട് എതിർത്ത് നിൽക്കണം. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ജെയിംസ് പറയുന്നത് we have to resist the devil, then devil will flee from you. We have to submit yourself to the Lord. അതാണ് കർത്താവിന് പറയുന്നത്. അപ്പൊ കർത്താവിന് നമ്മൾ എവിടെയൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ ഉണർവ് കർത്താവ് ചെയ്യും. പിശാചിന് പ്രവൃത്തിയുള്ള കർത്താവ് മാർഗം ഒരു പ്രാർത്ഥിക്കേണ്ടായിരിക്കും. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പറയുമ്പോൾ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി അഭിഷേകം കൊടുത്തതിന്റെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, വചനം കേട്ട് വചനം കേൾക്കുന്നതിന് മുമ്പ് ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആൾക്കാർക്ക് ഈ വചനത്താൽ കർത്താവെ അങ്ങ് ഉണർവ് കൊടുത്തതിനോട് നന്ദി പറയുന്നു. കർത്താവെ, രോഗസൗഖ്യങ്ങൾ കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. പുതിയ ചർച്ച് മിനിസ്ട്രിയിൽ വീണ്ടും ഉണർവ് കൊടുക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവ്, പുതിയ വിഷൻസ് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നെ ഓരോ വ്യക്തിയുടെ മേലെ കർത്താവ് യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ. The people those are watching online, I pray for each and every people right now. Sprinkle the blood of Jesus Christ right now. I bind, I cast out all the evil spirit attack right now. In the name of Jesus Christ, in Jesus' name I pray. മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട്, ജോലിയായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തിക വരുമാനമായിട്ട് ബന്ധപ്പെട്ട് മേലെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പിശാചിന്റെ കർത്താവെ ആ ബ്ലോക്കിങ് വരുന്ന അവസ്ഥ യേശുവിന്റെ തിരത്തോട് ചെയ്ത് തീർത്തുകളാണ് യേശുവിന്റെ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ വചനം പടരട്ടെ. പ്രോസിക്യൂട്ടറുടെ രാജ്യത്തിലൂടെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രോസിക്യൂട്ടറിലെ യേശുവിന്റെ നാമത്തെ ഞാൻ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർത്തുകളായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവിടെ ഗോസ്പൽ കർത്താവിന്റെ വചനത്തിന്റെ വലിയൊരു ഹാർവസ്റ്റ് ഉണ്ടാകട്ടെ. കർത്താവ് ദേശങ്ങൾ മൊത്തം യേശുവിന്റെ നാമത്തിൽ. ദൈവദാസന്മാരെ പീഡിപ്പിക്കുന്ന ദേശത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കുന്നവരുടെ കൈകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഫ്രീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ദ നെയിം ഓഫ് ജീസസ്. ഷന്തം മലതി തകന ലതി തകന ദ നെയിം ഓഫ് ജീസസ്. ഡിക്ലെയർ ദ പവർഫുൾ ആൻഡ് മൈറ്റി ഗോസ്പൽ റിവൈൽ ഇൻ ഓൾ ദ പ്ലേസസ്. ഫാദർ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. എന്നെ ഓരോ വ്യക്തിയെ പ്രാർത്ഥിക്കുന്നു. ആൻസി ജോസഫ്, രാജമാനി പ്രൈസലും and Abina Nine and Praise Eddie, Matthew, Sajja Subash, Mini, Reggie, Thomas, Claire, Betsy, and Solomon, Brigitte. I pray for everybody right now, Father. Heavenly Father, once again more I pray and bless each and every people. In Jesus' name I pray. Amen. God bless you.